നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും പ്രിയങ്ക അവിടെ ഉണ്ടല്ലോ. പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെന്ന് കാണുകയും ചെയ്യാം. എന്തായാലും പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് അവളെ കണ്ടേ പറ്റൂ. എന്ത് ബുദ്ധിമോശ ദേവേട്ട അവളെ കാണിച്ചത്. ഇതെങ്ങനെ ആരോടെങ്കിലും പറയാൻ പറ്റോ? നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. എന്താമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് പ്രിയങ്ക ന്യായീകരിക്കാനൊന്നുമില്ലേ? അവൾ ചെയ്യുന്ന ഓരോ തെറ്റിനും എല്ലാറ്റിനും കൂട്ടുനിന്ന അമ്മയല്ലേ? സത്യം പറ, അവൾ ഈ പോയിരിക്കുന്നത് അമ്മയുടെ അറിവോടുകൂടിയല്ലേ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എന്നോട് എന്തെങ്കിലും പറഞ്ഞാ ഞാനത് സമ്മതിക്കോ? അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇനി എന്തിനൊക്കെ ഇവിടെ സമാധാനം പറയേണ്ടി വരും? ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പൂജ നടക്കാൻ ഒരു വ്രതം കൂടി ബാക്കിയില്ലേ? അവര് പറയില്ലേ കണിമംഗലത്തിന്റെ സർവനാശത്തിനും കാരണക്കാരൻ നമ്മളാണെന്ന്? പറയില്ലേ? അച്ഛാ, അവൾ അധിക ദൂരൊന്നും പോയിട്ടുണ്ടാവില്ല. അച്ഛനൊന്ന് പോയി നോക്ക്. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ നമുക്ക്. ഫോൺ ഓഫാണ്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തോളൂല്ലോ. ദേവേട്ട, എവിടെ പോയി തിരക്കണം, ആരോട് അന്വേഷിക്കണം ഒന്നും എനിക്കറിയില്ല ശോഭ. ഇതിനേക്കാൾ ഭേദം നമ്മളെയൊക്കെ അവളങ്ങ് കൊല്ലുമായിരുന്നു നല്ലത്. ഇവള് വീട്ടിനകത്തിരിക്കുമ്പോ അവള് കത്ത് കൊണ്ടുവച്ച് പോയി എന്ന് പറയുന്നതില് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇത് തന്നെയാ ദേവേട്ടൻ പറഞ്ഞത്. ഒളിഞ്ഞും തെളിഞ്ഞും അവക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അമ്മയാണെന്ന്. കുറച്ചു കഴിഞ്ഞ് ഇരുട്ട് വീഴുമ്പോ അവളെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതാ. അവരോട് എന്ത് മറുപടിയാ പറയേണ്ടെന്ന് വെച്ചാ അമ്മ തന്നെ പറഞ്ഞോ. എന്റെ ഭഗവാനെ, ഇങ്ങനത്തൊരവസ്ഥയില് ഞങ്ങളെ പരീക്ഷിക്കരുത്. എവിടേക്ക് പോയാലും ചടങ്ങിന്റെ മുഹൂർത്തത്തിന് മുൻപ് അവളെ ഇങ്ങ് എത്തിക്കണേ. വരുൺ, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. നീ ആലോചിക്കുന്നത് പൂജയുടെ കാര്യം. പിന്നെ പൂജയുടെ കാര്യത്തിലൊക്കെ ആർക്കാ താല്പര്യം? അത് നീ എന്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ. നീ താലി കെട്ടിയ പെണ്ണ് നിനക്ക് വേണ്ടി പൂജ ചെയ്യുന്നതിൽ നിനക്ക് താല്പര്യമൊന്നുമില്ലേ? അതിന് താലി കെട്ടിയ പെണ്ണല്ലോ പൂജ ചെയ്യുക. എല്ലാം അറിയാവുന്ന മുത്തശ്ശി എന്തിനെങ്ങനെ ചോദിക്കുന്നത്? എനിക്കെല്ലാം അറിയാം. പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട. വ്രതം എടുക്കേണ്ട ആള് അതെല്ലാം ചെയ്യുന്നുണ്ട്. അമ്മേ, പ്രിയങ്ക ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ നേരമായില്ലേ? ആയി. ദേവനാരായണൻ തിരുമേനി യശോദയും മുത്തശ്ശിയും കൂടി അവളെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും കൂടി പോവേണ്ടതല്ലേ?
ആര് പോയാലെന്താ, അവളുടെ വീട്ടുകാര് കൂടെ ഉണ്ടാവുന്നതല്ലേ അവക്ക് ഏറെ സന്തോഷമാവുക. ആ എന്നാ ഞാൻ മോള് റെഡിയായെന്ന് നോക്കട്ടെ. ആ ആ അമ്മ, പ്രിയങ്ക എവിടെ? പ്രിയങ്ക മുറിയിലില്ലേ? മുറിയിലും ഇല്ല, ഈ വീട്ടിലെങ്ങുമില്ല. ഞാനും ചെറിയമ്മയും കൂടി ഇത്രയും നേരം തിരയായിരുന്നു. പൂജയ്ക്ക് പോകാനായി എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ വേണ്ടി മുറി ചെന്ന് നോക്കിയതാ, കണ്ടില്ല. ഇനി രാത്രി ഒറ്റക്കിരിക്കുന്നത് പേടിച്ച് ആരോടും പറയാതെ ഇറങ്ങി പോയോ? ഓ, അക്കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് വേവലാതി? കഷ്ടമുണ്ട് കൽപ്പനെ. ഓഹോ, എന്നാ പിന്നെ പ്രിയങ്ക എവിടെ? അമ്മാനെ പറ. പ്രിയങ്ക ചിലപ്പോ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. എങ്കി പോയി പെട്ടെന്ന് വിളിച്ചോണ്ട് വാ പത്മിനി, പൂജ വൈകിക്കൂടാ. ശരി. അമ്മേ, പ്രിയങ്ക അവിടെ ഔട്ട് ഹൗസിലുണ്ടോ? നിങ്ങളോട് ചോദിച്ചാ കേട്ടില്ലേ? പ്രിയങ്ക ഇവിടെ കാണാനില്ല. അവിടെ ഇല്ലെങ്കിലേ അവളെ അന്വേഷിച്ചിറങ്ങാനാ. പ്രിയങ്ക മോൾ അവിടെ ഉണ്ട്. പൂജയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതെന്താ ഇവിടെ ഇരുന്നല്ലേ അവൾ ഒരുങ്ങേണ്ടത്? ആരോടും പറയാതെ അതെന്താ ഇങ്ങനൊരു മാറ്റം? ഔട്ട് ഹൗസിലുള്ളത് അന്യന്മാരൊന്നും അല്ലല്ലോ, അവളുടെ കുടുംബക്കാര് തന്നെയല്ലേ. അവൾ അവിടെ ഇരുന്ന് ഒരുങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം? പ്രിയങ്ക മോൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകും. ദേവൻ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ വരവും പോക്കും അത്ര പന്തിയല്ലല്ലോ. എന്തോ തിരുമാറി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്ത് തിരുമറി? ഏട്ടത്തി എന്തിനെങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? തിരുമറി എന്ന വാക്കിപ്പോ നിനക്ക് ഒട്ടും കേട്ടുടാത്തതാണോ? അല്ല, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ പറയുന്നതാണല്ലോ, വിവാഹ മണ്ഡപത്തിൽ എന്തോ തിരുമറി നടന്നു, വിവാഹത്തിൽ എന്തോ തിരുമറി നടന്നു എന്നൊക്കെ. അപ്പൊ എന്താ ഈ വാക്കിന് ഓരോ കുഴപ്പമില്ലായിരുന്നോ? കൽപ്പന, മതി. എന്തായാലും പ്രിയങ്ക അവിടെ ഉണ്ടല്ലോ. പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെന്ന് കാണുകയും ചെയ്യാം. എന്തായാലും പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് അവളെ കണ്ടേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.